വിവോയുടെ വിവോ V40 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V40 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ വന്നേക്കാം. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, കേർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. ഇപ്പോൾ വിവോയുടെ വിവോ V30 എന്ന സ്മാർട്ട് ഫോണിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നോളണം എന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ അപ്ഗ്രേഡ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. V30യിൽ IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് അതൊരു അപ്ഗ്രേഡ് ആയിരിക്കും. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഒരു പർപ്പിൾ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു ഗ്രേ കളർ വേരിയൻറ്റും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വന്നേക്കാം. ഇത് അത്യാവശ്യം തിരക്കില്ലാത്തൊരു 5G പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ വിവോ V30 എന്ന സ്മാർട്ട് ഫോണിലും ഇതേ സെയിം പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡ് കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിലും പ്രോസസ്സറിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും ഇതിൽ വന്നോളണം എന്നില്ല. 5G സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 8GB റാമും 256GB ഇൻറ്റേർണലും വന്നേക്കാം. NFC-യുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ചിലപ്പം ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ വോയിസിൻ്റെ സപ്പോർട്ടൊക്കെ വന്നേക്കാം. പിന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ വിവോ V30യുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിലും ഇതുപോലെ 50 MP മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലും ഭയങ്കര വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം V30യിൽ 5000 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അപ്പം ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡ് വരുന്നതായിരിക്കും. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. V30യിലും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡ് വരുന്നതായിരിക്കും. മെയിനായിട്ട് ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലായിരിക്കും അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ V30 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറും പിന്നെ ഏകദേശം സെയിം ആയിട്ട് വരുന്ന ക്യാമറ സെറ്റപ്പും വന്നേക്കാം. പിന്നെ അപ്ഗ്രേഡ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ കാര്യത്തിൽ ചെറിയൊരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ വിവോ V30 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 30,000-31,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നിന്ന് ഭയങ്കര വലിയ അപ്ഗ്രേഡ്സ് ഒന്നും ഇതിൽ വന്നോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വിവോയുടെ വിവോ V40 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.